ആത്മീയ ഭോജ്യത്തിൽ ഇന്നു മുതൽ 40 ദിവസം നാം ഒരു പ്രിപ്പറേഷൻ നടത്തുകയാണ്. വചനം കേട്ടും ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം ഏറ്റെടുത്തുകൊണ്ടും ഈ വർഷത്തെ പന്തക്കുസ്ത തിരുനാളിനായിട്ട് ഒരുങ്ങുവാൻ. നമുക്ക് ഈ വർഷം ജൂൺ 8-ാം തീയതിയാണ് പന്തക്കുസ്ത തിരുനാൾ. ജൂൺ 1-ാം തീയതി നമുക്ക് സ്വർഗാരോഹണ തിരുനാൾ. അത് കഴിഞ്ഞ് വരുന്ന ഞായറാഴ്ചയാണ് പന്തക്കുസ്ത തിരുനാൾ. ഇതിന് തക്കതായ അനുയോജ്യമായ ഒരു പ്രിപ്പറേഷൻ നാം നടത്തുന്നത് നല്ലതാണ്. നമ്മൾ ധ്യാനിക്കുന്ന വിഷയം പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞാൽ സകലതും സാധ്യമാക്കുന്ന സ്വർഗീയ കാറ്റാണ്. സ്വർഗീയ കാറ്റ്. ഈ കാറ്റിൻ്റെ പ്രത്യേകത സകലതും സാധ്യമാക്കുന്ന ഒരു കാറ്റാണ്. ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 35 കടന്നു പോകുമ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട്, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. ഇത് സാധ്യമാവും. ലോകത്തിനോ മറിയത്തിനോ ഒന്നും ചിന്തിക്കാൻ പോലും പറ്റാതിരുന്ന ഒരു കാര്യം മറിയം ചോദിച്ചു, ഇതെങ്ങനെ സാധ്യമാവും? ഇതെങ്ങനെ നടക്കും? ഞാൻ പുരുഷനെ അറിയാതെ ഇതെങ്ങനെ സംഭവിക്കും? അതിന് മറുപടിയായിട്ട് ദൈവം പറഞ്ഞതാണ്, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അസാധ്യ കാര്യങ്ങൾ സാധ്യമാക്കുന്ന സ്വർഗീയ കാറ്റാണ് പരിശുദ്ധാത്മാവ്. ഈ കാറ്റ് വരുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സാധ്യമാകും. ദൈവം അയച്ച 2 തരം കാറ്റിനെ കുറിച്ച് നമുക്ക് കാണാൻ പറ്റും. ഒന്ന് നാശം വിതച്ചത്, മറ്റൊന്ന് രക്ഷയിലേക്ക് നയിച്ചത്, അല്ലെങ്കിൽ അത്യത്ഭുതകരമായ കാര്യങ്ങൾ പ്രവർത്തിച്ച കാറ്റ്. രണ്ട് നമ്മൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ആദ്യമായിട്ട് നമുക്ക് ഒരു സംഭവം ഞാൻ കേട്ടതാണ്. ഒരു ദേശവാസികൾ പറഞ്ഞതാണ്, അവിടെ ഒരു കൊടുങ്കാറ്റ് വന്നു. ആ കൊടുങ്കാറ്റ് ഒരു ചുഴലിക്കാറ്റ്. അതിൽ സംഭവിച്ച കാര്യം അവർ പറഞ്ഞത്, ആ കാറ്റ് പോയ ആ പ്രദേശത്തുണ്ടായിരുന്ന വൻ മരങ്ങൾ പോലും കടപുഴകി മറിഞ്ഞു വീണു. വേറെല്ലാം പറഞ്ഞ് അത് നിന്ന സ്ഥലത്തല്ല, കുറച്ചുകൂടെ ദൂരോട്ട് മാറിയൊക്കെയാണ് വീണ് കിടന്നത് എന്ന്. അപ്പോൾ ആ കാറ്റിൻ്റെ ശക്തി എത്ര വലുതാണ് എന്ന് നമുക്ക് ഊഹിക്കാൻ പറ്റും. വൻ മരങ്ങൾ പോലും മറിഞ്ഞു വീണ് പിഴുതെറിയപ്പെട്ട ഒരു കാര്യം ഒരു കാറ്റ് വന്നപ്പോൾ സംഭവിച്ച കാര്യമാണ്. പരിശുദ്ധാത്മാവ് ദൈവത്തിൻ്റെ കാറ്റാണ്, സ്വർഗീയ കാറ്റാണ്. അതിന് വലിയ ശക്തിയുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കിയിരിക്കാം. ഒരു വചനഭാഗം എടുക്കാം. യോഹന്നാൻ 3:8 വചനം. നിക്കദേമൂസിൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ഈ അവൻ്റെ ചോദ്യങ്ങൾ. അതിന് മറുപടിയായിട്ട് ദൈവം സംസാരിക്കുന്നത്, യേശു പറയുന്നത് അവിടെ കാണാൻ പറ്റും. 8-ാമത്തെ വചനം പറയാണ്, കാറ്റ് അതിനിഷ്ടമുള്ളിടത്തേക്ക് വീശും. അത് എവിടെ നിന്ന് വരുന്നെന്നോ എവിടേക്ക് പോകുന്നെന്നോ നമുക്കറിയില്ല. ഇതുപോലെയാണ് പരിശുദ്ധാത്മാവിൽ നിന്ന് ജനിച്ച ഏതൊരുവനും, പരിശുദ്ധാത്മാവിൽ ജനനം പ്രാപിച്ചാൽ, ഈ കാറ്റ് നമ്മുടെ ജീവിതത്തിലേക്ക് ഏറ്റെടുത്താൽ വൻകാര്യങ്ങൾ നടക്കും എന്നുള്ള ആ ഒരു സന്ദേശമാണ് നമുക്കവിടെ ലഭിക്കുക. ആദ്യമായിട്ട് നമ്മൾ കാണുന്നത് ദൈവം അയച്ച 3 കാര്യങ്ങൾ, പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ഒന്ന്, ദൈവം ദൂതനെ അയക്കുന്നത് കാണാൻ പറ്റും. ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 27 മുതൽ വായിക്കുമ്പോൾ, ഗബ്രിയേൽ ദൂതനെ ദൈവം അയക്കുന്നു മറിയത്തിൻ്റെ അടുക്കിലേക്ക്. ഒരു കന്യകയായിരുന്ന മറിയത്തിൻ്റെ അടുക്കിലേക്ക് വരുന്നതും അവൾക്ക് ദൈവം സന്ദേശം നൽകുന്നതും അവിടെ കാണാൻ പറ്റും. ദൈവം ദൂതനെ അയച്ചു. വീണ്ടും നമ്മൾ കാണുന്നുണ്ട് ഉൽപ്പത്തി പുസ്തകത്തിൽ വീണ്ടും നമ്മൾ കാണുന്നു 21-ാം അധ്യായത്തിൻ്റെ 17 മുതൽ വായിച്ചു കഴിഞ്ഞാൽ, ഹാഗാർ ഇസ്മായേൽ ഒരു പ്രത്യേക സാഹചര്യത്തിൽ മരുഭൂമിയിൽ സ്വർഗത്തിൽ നിന്ന് ദൈവം നിയോഗിച്ച ഒരു ദൂതൻ സംസാരിക്കുന്നത്, ആ ദൂതൻ്റെ സ്വരം അവൾ കേൾക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഹാഗാറിനും ഇസ്മായേലിനും ദൈവം രക്ഷ വാഗ്ദാനം ചെയ്യുന്നതാണ് അവിടെ നമ്മൾ കാണുക ദൂതനിലൂടെ. രണ്ടാമതൊരു കാര്യം അതാണ് സ്വപുത്രൻ. ദൈവം നമുക്ക് സ്വപുത്രനെ അയച്ചു തന്നു. യോഹന്നാൻ 3-ാം അധ്യായം 16-ാമത്തെ വചനം, അവനിൽ വിശ്വസിക്കുന്ന ഒരുവൻ പോലും നഷ്ടപ്പെടാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ഇവിടെ നമ്മൾ കാണുന്നത് പുത്രനെ അയച്ചു തന്ന ആ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും വാത്സല്യവും കരുതലുമാണ്. റോമാലേഖനം 8:32, സ്വപുത്രനെ പോലും നൽകിയവൻ മറ്റ് നന്മകള് വരദാനങ്ങള് നമുക്ക് നൽകാതിരിക്കുമോ? എല്ലാം നൽകും എന്നുള്ള ആ ഒരു സന്ദേശമാണ് അവിടെ നൽകപ്പെട്ടിരിക്കുന്നത്. മൂന്നാമത്തേതാണ് ദൈവം അയച്ച കാറ്റ്. നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ നമുക്ക് ഇതിന് ശേഷം നമ്മൾ കാണാൻ പോവുകയാണ്. കാറ്റിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നാശം വിതയ്ക്കുന്ന കാറ്റുമുണ്ടാകാം, അസാധ്യ കാര്യങ്ങൾ സാധ്യമാക്കുന്ന കാറ്റുമുണ്ടാകാം. അസാധ്യ കാര്യങ്ങൾ സാധ്യമാക്കിയ കാറ്റിനെ കുറിച്ച് ഇതിന് ശേഷം നമ്മൾ കാണാൻ പോവുകയാണ്. നാശം വിതച്ച ചില കാറ്റ്. പ്രഭാഷകൻ 49:9 വചനം അവിടെ പറഞ്ഞിരിക്കുകയാണ്, ദൈവം ശത്രുക്കളുടെ മേൽ കൊടുങ്കാറ്റയച്ച് നീതിയുടെ മാർഗത്തിൽ ചരിച്ചവർക്ക് നന്മ ചെയ്തു. ശത്രുക്കളെ നശിപ്പിക്കാൻ, നിർമ്മാർജ്ജനം ചെയ്യാൻ വേണ്ടി ദൈവം അയച്ച കൊടുങ്കാറ്റ്, അതാണ് ഇവിടെ നമ്മൾ കാണുക. യോശുവ 10-ാം അധ്യായം
5 മുതൽ വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണാൻ സാധിക്കും 5 അമോര്യ രാജാക്കന്മാർ അവരുടെ സൈന്യവുമായിട്ട് ഒരുമിച്ച് വന്നു ഗിബെയോൻകാർക്കെതിരെ. ഗിബെയോൻകാർ വന്ന് സഹായം അഭ്യർത്ഥിക്കുന്നത് കാണാൻ പറ്റും. ജോഷുവ ആ അഭ്യർത്ഥന കേട്ടുകൊണ്ട് യുദ്ധത്തിന് ഒരുങ്ങുന്നത് കാണാൻ പറ്റും. ജോഷുവയ്ക്ക് മിന്നലാക്രമണം നടത്താൻ പറ്റി. വായിച്ച് 11-ാമത്തെ വചനത്തിലേക്ക് വരുമ്പോൾ ജോഷുവയുടെ വാളിൽ നിന്നും രക്ഷപ്പെട്ടോടിയ ആൾക്കാരുണ്ടായിരുന്നു. അവരുടെ മേൽ ദൈവം കൺമഴ വർഷിച്ചു. അങ്ങനെ അവർ ആ കൺമഴയിൽ മരിച്ചു വീഴുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇങ്ങനെ ശത്രുക്കളെ തുരത്തുന്ന ഒരു ദൈവം, നമ്മൾ ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ, വിശ്വസ്തരായി നിൽക്കുമ്പോൾ ദൈവം ഇത് നമുക്കായിട്ട് ചെയ്യും എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കാം. അവസാനമായിട്ട് നമ്മൾ എടുക്കുന്നത് ഒരു 3 അധ്യായങ്ങളാണ്. ദൈവത്തിൻ്റെ കാറ്റയച്ച് അത്ഭുതം പ്രവർത്തിച്ച അധ്യായങ്ങൾ. പുറപ്പാട് 14-ാം അധ്യായം. ഇസ്രായേൽക്കാർ ചെങ്കടലിനും അതുപോലെ തന്നെ ഈജിപ്തുകാർക്കും ഇടയിൽ മരണം നേരിട്ട് കാണുകയാണ്. കർത്താവ് ഒരു കാറ്റയച്ചു, വെള്ളം അത് വലിച്ചു മാറ്റിയിട്ട് ഇസ്രായേൽക്കാർക്ക് അതിലൂടെ കടന്നു പോകാൻ പറ്റി. അതിനുശേഷം ആ വെള്ളം തിരിച്ചു വന്ന് ഈജിപ്തുകാരെ അതിൽ നശിപ്പിക്കുന്നത് കാണാൻ പറ്റും. സംഖ്യയുടെ പുസ്തകം 11-ാം അധ്യായം 31 മുതൽ വായിക്കുമ്പോൾ ദൈവം അയച്ച ഒരു കാറ്റ് കടലിൽ കിടന്ന കാടപ്പക്ഷികളെ ഇസ്രായേൽക്കാരുടെ ആ ഒരു കൂടാരത്തിൻ്റെ ചുറ്റും അത് വന്ന് വീഴാൻ ഇടവരുത്തി. അങ്ങനെ അവർക്ക് നല്ല മാംസം ഇഷ്ടം പോലെ ഉണ്ടാകുന്നത് നമുക്ക് കാണാൻ പറ്റും. പുതിയ നിയമത്തിലെ അധ്യായമാണ് ദൈവം അയച്ച കാറ്റായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് ആദ്യത്തെ പന്തക്കുസ്ത. അപ്പസ്തോല പ്രവർത്തനം 2-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് അതാണ് ആദ്യത്തെ പന്തക്കുസ്ത. അത് ആദിമ ക്രൈസ്തവ സമൂഹത്തിൻ്റെ ഗതിമാറ്റിയ സംഭവമാണ്. ഈ കാറ്റ് നമ്മുടെ മേൽ ആഞ്ഞു വീശുവാൻ നമുക്ക് ആഗ്രഹിച്ച് അതിനായിട്ട് വരും ദിവസങ്ങളിലെല്ലാം ഒരുങ്ങാം. സഭയുടെ നവീകരണം, സഭ ശക്തീകരിക്കപ്പെടാൻ ആഗ്രഹിച്ച് പ്രതിഷ്ഠാ ജപത്തിൽ പങ്കുചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നല്ലവനായ ദൈവമേ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഉദ്ധാന ലഹരിയിൽ പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റി തരികയും പാപത്തിൽ വീഴാതെ ഞങ്ങളെ പരിപാലിക്കുകയും ചെയ്യണമേ. ഞങ്ങൾക്ക് വേണ്ടി ഉദ്ധാനം ചെയ്ത യേശുവേ, അങ്ങയോട് ഐക്യപ്പെട്ടു വിശുദ്ധ ജീവിതം നയിക്കാനും ഉന്നതത്തിലുള്ളവയെ അന്വേഷിക്കുന്നവരാകാനും ഞങ്ങൾക്ക് വരമരുളണമേ. ആമേൻ. നമ്മുടെ എല്ലാ ആവശ്യങ്ങളെയും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് ദിവ്യകാരുണ്യത്തെ നമുക്ക് സ്തുതിച്ച് ആരാധിച്ച് ആശീർവാദത്തിനായിട്ട് നമുക്ക് ഒരുങ്ങാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. കർത്താവേ, ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും അവിടുന്ന് ഏറ്റെടുക്കണമേ. അവയെല്ലാം ഞങ്ങൾക്ക് നടത്തി തരണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മറ്റൊരു എപ്പിസോഡുമായി നാളെ വീണ്ടും നമുക്ക് ഒന്നിക്കാം. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.